എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 200 രൂപയിൽ താഴെ വിലയുള്ള 2 സ്റ്റോക്കുകളെ കുറിച്ചാണ്. നമുക്ക് സമയം കളയാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യത്തെ ഷെയർ ജയ് ഭാരത് മാരുതി ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയറാണ്. 135 രൂപയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ്. ഇതാണ് ജയ് ഭാരത് മാരുതി എന്ന് പറയുന്ന ഷെയറിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോടുകൂടി കയറിപ്പോയിട്ട് ഇവിടെ നല്ല വോളിയം ഉണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ റെസിസ്റ്റൻസിൻ്റെ അവിടെ തന്നെ ഈ സപ്പോർട്ട് എടുക്കുന്നതാണ് നമ്മൾ കാണുന്ന വസ്തുത. ഈ വലിയ ക്യാൻഡിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത് ഇവിടെ നിൽക്കുകയാണിത്. അപ്പോൾ ഒരു നാരോ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിതിന് ഒരു അപ്സൈഡ്, ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഇവിടെ പ്രതീക്ഷിക്കാം. അതായത് ഒരു 144 മുകളിൽ, ഒരു 144 മുകളിൽ നമുക്കൊരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ, ഇൻട്രാഡേ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഇതൊരു ബൈ എൻട്രി ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നമ്മൊരു ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഈ വ്യൂ പോയിന്റ് കിട്ടുന്നത്. നമുക്ക് ഈ ചാർട്ടിനെ ഒരു വീക്കിലേക്കും നോക്കാം. അതിൽ വല്ല വസ്തുതകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇതാണ് വീക്കിലി ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് അപ്പോൾ വീക്കിലി ചാർട്ട്. ഈ വീക്കിലി ചാർട്ടിൽ നമ്മൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിപ്പോയി. ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ കയറിപ്പോയി. നല്ല രീതിയിൽ കയറിപ്പോയി ഒരു വോളിയത്തോടുകൂടി. അതിനുശേഷം ഇത് കുറച്ച് താഴ്ന്നത് ഇവിടെ. അതിനുശേഷം വീണ്ടും കയറി ഒരു വലിയൊരു ക്യാൻഡിൽ. അതും ഒരു കയറാനായിട്ട് സാധിച്ചില്ല. ജസ്റ്റ് ഒന്ന് കയറിയിട്ടുള്ളൂ. വീണ്ടും ഒരു ചെറിയ പുൾ ബാക്ക് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. സ്റ്റോക്ക് ആദ്യം കയറിപ്പോയി നന്നായിട്ട് താഴ്ന്നു. ഈ ലെവൽ വരെ എത്തി. ഒരു ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കയറാനായിട്ട് സാധിച്ചില്ല. അത് വീണ്ടും താഴ്ന്നു. വീണ്ടും ഒരു ചെറിയ ഈ ലെവൽ വരെ താഴ്ന്നിട്ടില്ലത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു തിരിച്ച് കയറി ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് ആണ് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഭാഗ്യമുള്ളത്. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരാം. അതായത് ഈ റേഞ്ചാണ് നമ്മളെ വീക്കിലി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇവിടെയാണ് നമ്മളെ SL കീപ്പ് ചെയ്യേണ്ട ഏരിയ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ ചാർട്ട് വ്യൂ വരുന്നത്, ടെക്നിക്കൽ വ്യൂ. അതായത് ഒരു 116 ഈ ലെവൽ എന്ന് പറയുന്നത്. 116. ഈ 116 താഴെ ക്ലോസിങ് നടക്കരുത്. ഈ ക്ലോസിങ് നടന്നു കഴിഞ്ഞാൽ നമ്മളതിലുള്ള സാധനങ്ങൾ വിറ്റ് മാറിയിട്ട് തടി കേടാതെ രക്ഷപ്പെടണം. അപ്പോൾ ഇത്രയും വീക്കിലി ക്യാൻഡിൽ. ഇനി ഇവിടെ ഒരു സപ്പോർട്ടും ഉണ്ട്. ഇവിടെ ഒരു മേജർ സപ്പോർട്ടും ഉണ്ട്. ആ സപ്പോർട്ട് പരിഗണിക്കുന്നവർക്ക് പരിഗണിക്കുക. അതൊരു 100 ലെവലാണ്. അതും നല്ലൊരു സപ്പോർട്ട് പോയിൻ്റാണത്. ആ സപ്പോർട്ട് നമുക്കൊരു കാര്യം ചെയ്ത് നോക്കിയാൽ ഇവിടെ എന്താണ് അവിടെ സപ്പോർട്ട് ഇവിടേക്കും വരാൻ കാരണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ നോക്കുമ്പോൾ ഈ ഷെയർ ഇവിടം വരെ വന്നിട്ടുള്ളത്, അതായത് 100-102 ഏരിയ. ഇതെന്തുകൊണ്ട് നമുക്ക് തോന്നിക്കില്ല? ഇവിടം വരെ വന്ന സാധനം എന്തുകൊണ്ട് ഇവിടേക്ക് ഒന്ന് വരാണ്ട് ഇവിടം വരെ വന്നില്ല? അത് ഇവിടം വരെ എന്താ വരാഞ്ഞത്? ഇത് കാരണം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇവിടം വരെ വന്ന സാധനം, സ്റ്റോക്ക് ഇവിടം വന്ന സാധനം എന്തുകൊണ്ട് ഇവിടം വരെ വന്നിട്ടുണ്ട്? 120 വരെ വരാണ്ട് കറക്റ്റ് ഇവിടം വരെ എന്തുകൊണ്ട് വന്നു? അപ്പോൾ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അത് അവിടം വരെ വരാനായിട്ട് കാരണം. അപ്പോൾ ആ കാരണം അറിയാനായിട്ട് നമ്മൾ ഈ ലെവല് നമുക്കൊന്ന് നീട്ടി വരയ്ക്കണം. അത് ചാർട്ടൊന്ന് ചെറുതാക്കാം. നമുക്ക് ചാർട്ടൊന്ന് ചെറുതാക്കിയിട്ട് ഈ ലെവലൊന്ന് നീട്ടി വരയ്ക്കണ്ട. ഈ ലെവലിൽ നീട്ടി വരച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഒരു റെസിസ്റ്റൻസ് വൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് വൺ ഉണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസ് വൺ ഇതിവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ആ റെസിസ്റ്റൻസ്, ഇവിടുത്തെ നമ്മൾ കണ്ട റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ട് എടുത്തു. അതാണ് ഈ പോയിന്റിൻ്റെ പ്രത്യേകത. ഈ ലെവലിൻ്റെ പ്രത്യേകത അതാണ് ടെക്നിക്കൽ അനാലിസിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ്.
അല്ലെങ്കിൽ സയൻസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീക്കിലി നമ്മൾ ഇൻട്രാഡേ പറഞ്ഞു കഴിഞ്ഞു, ഇൻട്രാഡേയിലെ വ്യൂ പോയിന്റ് കഴിഞ്ഞു. അത് വീക്കിലി നമുക്ക് ഇതിന് മുകളിൽ ഉണ്ട്, ഈ പോയിന്റ് മുകളിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ അടുത്ത ആഴ്ച ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും. ഏകദേശം നമ്മൾ ഈ പറഞ്ഞ റേറ്റ് തന്നെ, ഈ റേഞ്ച് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ഇനിയും അധികം കുറച്ചും കൂടി റിസ്ക് സേഫ്റ്റി ആയ ഏരിയ ആണെങ്കിൽ ഇവിടേക്ക് മാറ്റിയിടാം സ്റ്റോപ്പ് ലോസ് 102-100 റേഞ്ചിൽ. ഇത് നല്ലൊരു സേഫായ സോണുണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ വീക്കിലിയും ഇൻട്രാഡേയും നോക്കുമ്പോൾ ജയ് ഭാരത് എന്ന ഷെയറിൻ്റെ വ്യൂ. നമ്മൊരു മന്ത്ലി വ്യൂയിലേക്കും കൂടി ഒന്ന് പോയി നോക്കാം, ഇതിൻ്റെ മന്ത്ലി വ്യൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മന്ത്ലി വ്യൂ. മന്ത്ലി വ്യൂവിൽ കൃത്യമായ റെസിസ്റ്റൻസ് സോണിൻ്റെ അവിടെ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ആ റെസിസ്റ്റൻസ് സോൺ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെയധികം സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തു, നന്നായിട്ട് താഴ്ന്നത്, അതിനുശേഷം ഇവിടം വരെ വന്നു, അതിനുശേഷം വീണ്ടും താഴ്ന്നു, വലിയ ക്യാൻഡിലോടുകൂടി ഇവിടം വരെ എത്തി. പിന്നത്തെ താഴ്ചയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് സോൺ ഉണ്ടല്ലോ അവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ടു ലോങ് ടേം വ്യൂവിൽ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ടു ലോങ് ടേം വ്യൂവിലുള്ളവർക്ക് ഈ റേഞ്ച് കൃത്യമായ ഈ റേഞ്ച് 100 ഇട്ടിട്ട് 100 SL കീപ്പ് ചെയ്തുകൊണ്ട് ഇത് ബൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ എല്ലാം ഇതിൽ കാണുന്നുണ്ട്. ആസ് പെർ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ചാർട്ടാണ് കാണുന്നത്. പെട്ടെന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട ഒരു മീഡിയം ടു ലോങ് ടേമിലേക്ക്. പക്ഷേ അതിന് നമ്മൾ ഈ ലെവല് 100, 101, 102 എന്ന് പറയുന്ന ഈ ലെവല് SL മസ്റ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് ചാടി നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കിട്ടാൻ നമുക്ക് ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജയ് ഭാരത് മാരുതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി വേറെ അടുത്ത ഷെയറിലേക്ക് നമുക്ക് പോവാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഷെയറാണ് മുഞ്ഞൽ ഷോ എന്ന് പറയുന്ന ഷെയറാണ്. 195 രൂപയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മുഞ്ഞൽ ഷോയുടെ നമ്മൾ കാണുന്ന ഒരു വീക്കിലി ചാർട്ട് പാറ്റേൺ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ചാർട്ടിനെ നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. ഈ ചാർട്ട് ഒന്ന് ചെറുതാക്കുമ്പോൾ ഇവിടെ ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ സോൺ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നത്. ഈ റെസിസ്റ്റൻസ് ആണ് ഇവിടെ നന്നായിട്ട് കയറിപ്പോയത്. ഈ റെസിസ്റ്റൻസ് നീട്ടി വരച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ആണ് 2 ക്യാൻഡിലുണ്ട്. ഇവിടെ 2 ക്യാൻഡിൽ അവിടെ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നു. എന്നിട്ട് വലിയൊരു ക്യാൻഡിലോടുകൂടി ഇവിടെ കയറാനായിട്ട് നിൽക്കുകയാണത്. ഇതാണ് സോൺ ഓഫ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് കയറിപ്പോയി. ഇവിടെ ഇത് റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. എത്രയോ ആഴ്ചകളാണ് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് നിന്നത് ഇവിടെ. അതിനുശേഷം ആ റെസിസ്റ്റൻസ് കയറി വീണ്ടും ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തു, 2 ക്യാൻഡിൽ വന്നിട്ടു. ഇതാണ് നമ്മൾ കാണുന്ന ഒരു വീക്കിലി വ്യൂ. നമുക്ക് ഒരു ബൈ എൻട്രി ഇതിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഏകദേശം 202 മുകളിൽ ക്ലോസിങ് വന്നാൽ നമുക്കൊരു ബൈ എൻട്രിയിൽ പരിഗണിക്കാം. ഇതിന് മുകളിൽ, അതായത് ഇത് 202 മുകളിൽ മാത്രം ഒരു ബൈ എൻട്രി. അപ്പോൾ ആ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ബ്രേക്ക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് നാൾ ഇവിടെ അങ്ങനെ ട്രേഡ് ചെയ്യാനാണ് സാധ്യത. അത് നമ്മളെ ക്ഷമയെ ചിലപ്പോൾ പരീക്ഷിക്കും. ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ക്ഷമയെ ഇത് പരീക്ഷിക്കും. അപ്പോൾ അതാണ് ഈ 202 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ഇതൊരു അപ്സൈഡിലേക്ക് നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. 202 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും, കാരണം ഈ റെസിസ്റ്റൻസ് അപ്പോൾ ബ്രേക്ക്. അല്ലാണ്ട് നമ്മൾ ഇവിടെ ഒരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺസോളിഡേഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ ക്ഷമയെ പരീക്ഷിക്കുക. കൃത്യം സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ലെവലിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ക്ലോസ് റേറ്റ് ഈ ലെവൽ, ഇതിന് താഴെ ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ഇത് ക്ലോസ് ആവുകയാണെങ്കിൽ പിന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, പിന്നെ നേരെ താഴേക്കായിരിക്കും പോവുക. അപ്പോൾ ഈ ലെവൽ കൃത്യമായ മാർക്ക് ചെയ്ത് ബുക്കിൽ എഴുതി വയ്ക്കുക. ഇതിന് മുകളിൽ മാത്രം ബൈ എൻട്രി. ഇത് പറയുന്നത് വീക്കിലി ക്യാൻഡിൽ വെച്ചിട്ടാണ്. നമുക്ക് ഇതിലൊരു
237 240 വരെ ഒരു ടാർജറ്റ് ഇതിൽ പ്രതീക്ഷിക്കാം നമുക്ക്. ഏകദേശം ഒരു 240 വരെ നമുക്കൊരു ടാർജറ്റ് ഇതിൽ പ്രതീക്ഷിക്കാം ആസ് പെർ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയുമാണ് മുഞ്ഞാൽ ഷോവിനെ കുറിച്ച് ചാർട്ട് വെച്ചിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റുകൾ എല്ലാവരും കുറിച്ച് വയ്ക്കുക. ബൈ എൻട്രി പോയിന്റും ഒന്ന് കുറിച്ച് വയ്ക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.